വേറൊരു സജഷൻ കൂടെ വന്നത് നിങ്ങളുടെ ലിപ് ലോക്ക്. ഞങ്ങളുടെ ലിപ് ലോക്ക് വൈറലായിരുന്നു. ഞാൻ കണ്ടൊരു ബീറിന്റെ ഒരു 16-17 മില്യൺ അടിച്ചു. അത് ഇപ്പൊ ലൈവായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ വരണം പറ്റൂ. എനിക്ക് തോന്നുന്നറിയോ, പെമ്പിളേന്റെ കിസ്റ്റഡി കാണാനാണ് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്. അത് ഇപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് കപ്പിൾസ് തരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സെക്ഷൽ ലൈഫ് സക്സീഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ വരണം. നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടണം. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സെക്ഷലി സാറ്റിസ്ഫൈ ആവുന്നത് എന്നുള്ളൊരു കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ബോയ് ആയിട്ട് അങ്ങനത്തെ റിലേഷൻഷിപ്പ് വരാത്തത് കൊണ്ട് മറ്റേ സംഭവം എന്താന്ന് ആൾക്ക് അറിയത്തുമില്ല. ഇല്ല. ഓ ഓക്കെ. കുഞ്ഞു കുട്ടിയായിരുന്നു. ഞാനാണ് എല്ലാം പഠിപ്പിച്ചത്. എല്ലാരും എനിക്ക് പല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് പുള്ളിക്കാരത്തേക്ക് മണ്ണും. ഞാൻ വന്ന ടൈമിൽ കൊറേ എനിക്ക് മെസ്സേജ് അഞ്ചു ചേച്ചിക്ക് പുള്ളിക്കാരത്തിന് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ അവിടെ പഴയ എക്സ് ഗേൾ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ കാണാറുണ്ട്, ഒരുമിച്ച് എല്ലാരും കമ്പനി കാണാറുണ്ട്, സംസാരിക്കണം, എല്ലാം ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് ഇടയ്ക്ക്. കുറച്ച് പേരൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുപേര് ഇപ്പോഴും എന്നോട് മിണ്ടാത്ത റിലേറ്റീവ്സ് ഒന്നും എന്നോട് മിണ്ടാതെ 5 വർഷമായിട്ട് മിണ്ടാത്തവരുണ്ട് ഇപ്പോഴും. ഞങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് അല്ലാതെ അവള് പറയുന്ന മാത്രം കേട്ട് ഞാൻ ജീവിക്കുക അതൊന്നുമല്ല. നമ്മള് ഞാൻ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരൂടെ എല്ലാം ചെയ്യുന്നേ. ഇപ്പൊ എന്ത് കാര്യം ബിസിനസ് എല്ലാം ഞങ്ങൾ രണ്ടുപേരൂടെ ചെയ്യുന്നേ. കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് വായി നോക്കുന്ന ആളാരാണ്? വായി നോക്കുന്ന ആള് അവള് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തെ ആണുങ്ങൾക്കാരും ആമ്പിളാർക്കാരൊന്നും പെണ്ണ് കിട്ടാണ്ടോ? ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് സാധാരണ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും. ഇപ്പൊ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ള ആളായിരിക്കണം ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഓരോരോ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സെയിം സെക്സിലായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാരും എനിക്ക് പല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് പുള്ളിക്കാരത്തേക്ക് മണ്ണും. ഞാൻ വന്ന ടൈമിൽ കൊറേ എനിക്ക് മെസ്സേജ് വണ്ണാണ്, അഞ്ചു ചേച്ചിക്ക് പുള്ളിക്കാരത്തിന് എടുക്കാൻ പറ്റുമോ? എടുത്ത് വീഡിയോ ചെയ്യണമെന്നില്ലല്ലോ. അതുപോലെ വേറൊരു സജഷൻ കൂടെ വന്നത് നിങ്ങളുടെ ലിപ് ലോക്ക്. ഞങ്ങളുടെ ലിപ് ലോക്ക് വൈറലായിരുന്നു. ഞാൻ കണ്ടൊരു ബീറിന്റെ ഒരു 16-17 മില്യൺ അടിച്ചു. അത് അത്രയൊക്കെ പോയത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ലൈവായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ വരണം പറ്റൂ. ചുമ്മാ ചോദിച്ചതാ, ജസ്റ്റ് ചുമ്മാ ചോദിച്ചതാ. അല്ലാണ്ട് തന്നെ ഒരു വീഡിയോസ് കൂടെ കാണുന്നുണ്ട്. എന്തിനാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്? അല്ലാണ്ട് ഞങ്ങൾ 2-3 ഇട്ടിട്ടുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഭയങ്കര വ്യൂസ് ഒക്കെ പോകുന്നത്. അതാണ് എനിക്ക് തോന്നുന്നറിയോ, പെമ്പിളേന്റെ കിസ്റ്റഡി കാണാനാണ് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്. അതെ, ഇപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് കപ്പിൾസ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ അല്ലെങ്കിൽ ലെസ്ബിയൻ അങ്ങനത്തെ കപ്പിൾസ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു റീച്ച് കൂടുന്നത്. അത് കണ്ടിട്ടാണ് ഒരുപാട് ലെസ്ബിയൻ കപ്പിൾസ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ടോന്നല്ലേ? ഞങ്ങൾ ചെയ്യണം, ഞങ്ങൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അത് നമ്മള് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യുമ്പോഴാണ് അതിനൊരു ഇതുള്ളത് അല്ലേ? അങ്ങനെയാണ്. അതല്ല, ഇപ്പൊ നമ്മുടെ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ സെക്ഷൽ ലൈഫ് സക്സീഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ വരണം. നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആവണമെങ്കിൽ അങ്ങനെയെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഇപ്പൊ വരുന്നത്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അപ്പൊ ഇത്തരം കമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അവര് കല്യാണം കഴിച്ചു, കല്യാണം ജീവിക്കുന്നു, കുറച്ചാൾ ജീവിക്കുന്നു, ഡിവോഴ്സ് ആവുന്നു. കൂടുതലും ഡിവോഴ്സ് കേസാ കൂടുതൽ നാട്ടില്. അപ്പൊ അവരാണും പെണ്ണല്ലേ, അവര് ഇതായിട്ടല്ലേ ജീവിക്കുന്നത്, അവരെന്തിനും പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു? അത് ശരിയാണ് അല്ലേ? ഇപ്പൊ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള ആവശ്യമില്ല. നമ്മള് കുറെ കമന്റ് വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് തൊട്ടുണ്ട് ഇത്. പക്ഷെ അന്ന് ആർക്ക് പുറത്തോട്ട് തുറന്നു പറയാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് തുറന്നു പറഞ്ഞു. അതിൽ നമുക്കിപ്പോൾ നമ്മൾ തല്ലിക്കൊല്ലാനെ പിടിക്കുന്ന ആരും വരില്ലല്ലോ. നമ്മളത് തുറന്നു പറഞ്ഞു. ആണും പെണ്ണായിട്ട് ജീവിച്ച് ഞാൻ എൻ്റെ ലൈഫ് വരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാന്നുള്ളത്. അതൊന്നും ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. അതെനിക്ക് കൂടി ഇപ്പോൾ ഒരു 3 മാസം 4 മാസം റിലേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു കുട്ടിയായിരുന്നു മാത്രം. എൻ്റെ കുട്ടീനെ പോലും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ 5 വർഷമായി. ഓക്കെ. അല്ല, ആ സമയത്ത് ആ ലൈഫിൽ ഹാപ്പി ആയിരുന്നു? ഐ മീൻ ഫിസിക്കൽ റിലേഷനിലൊക്കെ ഹാപ്പി ആയിരുന്നു? അല്ലല്ല, അതൊക്കെ ഒരു നമ്മൾ അഡ്ജസ്റ്റ്, സത്യം പറഞ്ഞാൽ ആ ലൈഫ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും. ആയിരുന്നു. ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ, അത് എടുത്തു പറയണം. കാരണം ഇരിക്കുക.
ഓക്കെ. ഈ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേൾക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എവിടെ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്? നിങ്ങളിൽ ആരാണ് ആണ് പെണ്ണ്? അതിപ്പോ ഞാൻ ചോദിച്ചാൽ അല്ല അങ്ങനെയല്ല, അല്ല ആരാ അടുത്ത ആരാണ് ഇപ്പൊ ചേഞ്ച് ആവാൻ പോണേ? ചേച്ചിയാണോ ആവാൻ പോണേ? ഞാനല്ല ആവാൻ പോണേ. എന്നാ പിന്നെ സംഗീത ചേച്ചിയാണോ? സംഗീതയുടെ രൂപം കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചോദിക്കും ഞാൻ. പിന്നെ എന്നെ കണ്ടല്ലോ തോന്നുക. ഞാനും ആവുന്നില്ല, പുള്ളിക്കാരത്തി ആവുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണു, അത്രേ ഉള്ളൂ. അല്ല എനിക്കൊന്ന് ഇതുപോലെ ഏതോ ഒരു കപ്പിൾ ഇങ്ങനെ ഒരാൾ മാറാൻ വേണ്ടി റെഡി ചെയ്യാത്ത കഴിഞ്ഞാൽ ആള് മാറി അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. എന്നിട്ട് പകുതി എത്തിയപ്പോഴത്തേനും മറ്റേ പാർട്ട്ണർ വിട്ടിട്ട് പോയി, അങ്ങനത്തെ പ്രശ്നം അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? കേട്ടിട്ടേ ഇല്ല. 2-3 പേരുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അറിയാത്ത കാരണം പിന്നെ അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല അല്ലേ? ഇതിപ്പോ ഇന്നത് കേട്ടിട്ട് വീട്ടിൽ പോയിട്ടായിരിക്കും ആലോചിക്കുന്നത് അങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പൊ സാധാരണ നമുക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബോയ്സിന്റെ മെസ്സേജ് കുറെ ഇൻബോക്സിലൊക്കെ വരുമ്പോഴായിരിക്കും ഇപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സ് ഇങ്ങനെ അത് നോക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചായിരിക്കും അല്ലെ? ഗേൾസിന്റെ മെസ്സേജ് വരുമ്പോഴായിരിക്കും ഈ ഒരു പൊസസീവ്നെസ്സും ഡൗട്ടും. ഗേൾസ് മാത്രമല്ല ബോയ്സ് മെസ്സേജ് അയക്കും, ഇതൊക്കെ അറിഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അങ്ങനത്തെ വലിയ സിറ്റുവേഷൻ ഉണ്ടാണ്? കാരണം നിങ്ങൾ ഇത് ആണെന്ന് അറിയാതെ ആമ്പിള്ളേർ ആരെങ്കിലും പുറകെ നടക്കുന്ന? അറിഞ്ഞിട്ട് തന്നെ വരുന്നവരുണ്ട്. കാരണം ഞങ്ങളുടെ A to Z വീഡിയോസ് വാച്ച് ചെയ്തിട്ട് വരുന്നവരാണ്. പിന്നെ അവിടെ എന്ത് പറയാ, ഞങ്ങള് കപ്പിൾസ് ആണെന്ന് അറിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇവളെ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്ത് എത്രയോ പേരുണ്ട്. സംഗീതം എനിക്ക് തരുമോ, പൊന്നൂന് എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അവരോടൊക്കെ എന്താ ഇപ്പൊ തന്നാ മതി, പിന്നെ തന്നാ മതിയോ ചോദിക്കും ഞാൻ, ഇപ്പൊ തന്നെ തരണോ ചോദിക്കും ഞാൻ, അങ്ങനെയൊക്കെ മറുപടി കൊടുക്കും. ഈ അഞ്ജുവിന് ഈ കുറച്ച് ആ ഒരു മസ്കുലർ ആ ഒരു ഇത് ഉണ്ടല്ലോ, കുറച്ചൊരു ആമ്പിള്ളേരുടെ അത് ഇഷ്ടമാണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ചുരിദാർ ഇട്ടാലും ഇഷ്ടമാണ് കാണാൻ, ഇങ്ങനെ ഇഷ്ടമാണ് കാണാൻ. കുറച്ചുകൂടി ഒരു കംഫർട്ട്നെസ് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഈ ഒരു അറ്റയറിൽ പോകുന്നതാണോ കുറച്ചുകൂടി ഇഷ്ടം? ആണോ? പൊന്നൂസിനും അങ്ങനെയാണ് ഇഷ്ടം? പുള്ളിക്കാരത്ത് സജസ്റ്റ് ചെയ്തു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഏതിടണം എന്നുള്ളത്. ഇന്ന് തിട്ടാൽ മതിട്ടാ, ഇത് കുറച്ചൊരു ഭംഗിയുണ്ട് കാണാൻ, ഇന്ന് ഇതിട്ടാൽ മതിട്ടോ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഈ സെയിം ഇതുപോലെ പൊസസീവ്നെസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല. അതെനിക്ക് സാധാരണ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ബോയ് ആൻഡ് ഗേൾ ആണെങ്കിലും ഇത് ഉണ്ടാവും. എനിക്ക് അപ്പൊ അതില്ല. ഇല്ല, ഞങ്ങളുടെ അതില്ല. അതെന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചായ വെച്ച് കൊടുക്കത്തിനായിരിക്കും, ഗുളിക എടുത്തരാത്തരായിരിക്കും, അങ്ങനത്തെ. അല്ലാതെ ഒരാള് നോക്കി അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്നു ഇപ്പൊ അവിടെ പഴയ എക്സ് ഗേൾ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ കാണാറുണ്ട് ഒരുമിച്ച് എല്ലാരും. കമ്പനി കാണാറുണ്ട്, സംസാരിക്കണം, എല്ലാം ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് ഇടയ്ക്ക് പലരും. എനിക്കതൊന്നും പ്രശ്നമില്ല, കാരണം എനിക്കറിയാലോ എന്താണെന്ന്. ഇപ്പൊ എത്ര ആര് വിളിച്ചെന്ന് പറഞ്ഞാലും അവള് പോകണ്ട് എന്നെ കളഞ്ഞിട്ട്, അത് പോകത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആര് വന്നാലും കണ്ടാലും എനിക്ക് പ്രശ്നമില്ല അതിലൊന്നും. ഞങ്ങൾ ഒരുമിച്ച് പോവാറുള്ളൂ. എവിടെ പോവാണ് ഞങ്ങൾ എന്തേ ഒരുമിച്ച് ചെയ്യാറുള്ളൂ, അല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. അത് പുള്ളിക്കാരത്തി പോകുന്ന 2 മണിക്കൂർ, കോഴ്സിന് പോകുന്ന 2 മണിക്കൂർ മാത്രമേ ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നുള്ളൂ. അത് ഞാൻ എന്റെ കാര്യങ്ങൾക്ക് പോവും, അത് അപ്പൊ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടുള്ള ആക്സിഡന്റ് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു 20 ദിവസം കിടന്നു. അത് മാത്രം ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ ഞങ്ങളുടെ ഇടയിൽ ഈ 5 വർഷത്തിനിടെ. അതെ, സാധാരണ ഈ കപ്പിൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന വഴക്കും അടി ബഹളമൊന്നും നിങ്ങളുടെ ഇടയ്ക്ക് ഇല്ല? അടിയും ബഹളമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ. അടിയില്ല കേട്ടോ, ബഹളം മാത്രമേ ഉള്ളൂ. കൈ അടിക്കണ പരിപാടിയൊന്നുമില്ല, വഴക്കുണ്ടാവും. അല്ലെങ്കിൽ വിളിക്കാൻ എണ്ണിക്കാൻ താമസിച്ചു പോയി, വിളിച്ചില്ല, അതൊക്കെയാ ഞങ്ങളുടെ ഇടയിലെ വഴക്ക്. അല്ലാതെ കാര്യമായിട്ടുള്ള പ്രശ്നം. പുള്ളിക്കാരത്തി എണിക്കില്ല, ഞാൻ തന്നെ എണിക്കണേ. രാവിലെ എണ്ണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തില്ല അത് പറഞ്ഞു കൊടുക്കാൻ, അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ അതൊക്കെയുള്ളൂ ഞങ്ങളുടെ വഴക്ക്. എനിക്ക് നിങ്ങളുടെ ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് എന്തായാലും ഇതിന് അഗെയിൻസ്റ്റ് ആയിരിക്കും. വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്താലും അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുപേർ ഇപ്പോഴും എന്നോട് മിണ്ടാത്ത റിലേറ്റീവ്സ് എന്നോട് മിണ്ടാതെ 5 വർഷമായിട്ട് മിണ്ടാത്തവരുണ്ട് ഇപ്പോഴും. അവരിതുപോലെ ചോദിക്കാറുണ്ടോ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്? അസുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ സംഗീത, കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇല്ല, 5 വർഷമായല്ലോ, ഞങ്ങൾ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒരു കണക്കിന് ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസ് പറയണ്ട ആരോടും. എന്റെ വീട്ടിലെ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാണല്ല നോക്കാൻ പറ്റുമോ, ഒരു ആണും പെണ്ണോട് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാ ആൺപിള്ളേരായിരിക്കും, ജോലി, കുടുംബം. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, അതൊക്കെയായിരുന്നു എല്ലാവരുടെ അടുത്ത പ്രശ്നം. പിന്നെ അമ്മയ്ക്കായാലും അതൊക്കെയായിരുന്നു പ്രശ്നം, എങ്ങനെ ജീവിക്കും. കാരണം അവരുടെ ലൈഫിൽ കല്യാണം കഴിക്കുന്ന ഒരാണ് പെണ്ണ്, പിന്നെ അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് പോകുന്നു, അവരുടെ ലൈഫായിട്ട് പോകുന്നു. അതിന് ഇങ്ങനെ പോയപ്പോൾ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും. പക്ഷെ അവരത് കണ്ട് മനസ്സിലാക്കി, അപ്പൊ അവർക്കത് വിശ്വാസമായി. ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് കിസ് ഓർമ്മയുണ്ടോ? ഓക്കെ, ആരായിരുന്നു ഫസ്റ്റ് കിസ്?
ഓക്കെ, എല്ലാത്തിലും കുറച്ച് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും. ആയിരിക്കും. അങ്ങനെയാണ് ഇഷ്ടം? അങ്ങനെ ഇഷ്ടം ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കൂടുതൽ ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, മോർ നിങ്ങളുടെ കൂട്ടത്തിൽ മോർ റൊമാൻറ്റിക് ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ? ഞാൻ. അതെന്താ അങ്ങനെ? സംടൈംസ് ആളുണ്ട്, പക്ഷെ കൂടുതൽ ഞാൻ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പറയുമ്പോൾ സാധാരണ ഒരു കപ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ഇരിക്കുന്ന ആ ഒരു ഫീലാണ് ഇങ്ങനെ നമുക്ക് എനിക്ക് കാണുമ്പോൾ കിട്ടുന്നത്. നിങ്ങളുടെ ഇടയിലും അങ്ങനെയാണോ? പിന്നെ അത് കുറെ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഹസ്ബൻഡ് വൈഫ് എന്നൊന്നും ഇല്ല. ലെസ്ബിയൻ കപ്പിൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ അങ്ങനെ ഇല്ല, പക്ഷെ ഞങ്ങള് ഒരു ഈക്വൽ ആയിട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് അല്ലാതെ അവള് പറയുന്നത് മാത്രം കേട്ട് ഞാൻ ജീവിക്കുക അതൊന്നുമല്ല. നമ്മള് ഞാനും സംസാരിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരോട് എല്ലാം ചെയ്യുന്നേ. ഇപ്പൊ എന്ത് കാര്യം ബിസിനസ് എല്ലാം ഞങ്ങൾ രണ്ടുപേരോട് ചെയ്യുന്നേ, അത് അവളെല്ലാം ചെയ്ത് അങ്ങനത്തെ ഇതല്ല. പക്ഷെ നമ്മൾ ഹസ്ബൻഡ് വൈഫാണോ? ആണ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് വായി നോക്കുന്ന ആളാരാണ്? വായി നോക്കുന്ന ആള് അവള് ആണോ? അപ്പൊ ഇടയ്ക്ക് പൊസസീവ്നെസ് അടിക്കാറുണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല അങ്ങനെ പറയല, എന്തോ പൊന്നാ നോക്കി നോക്കി മതിയായില്ലേ അത്ര ചോദിക്കത്തുള്ളൂ. അങ്ങനെ ചോദിക്കുമല്ലേ? ഈ കാറിൽ പോകുമ്പോ ആരെങ്കിലും കണ്ടാലൊക്കെ. പിന്നെ മടിച്ചു തരാന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി പൊന്നൂസായിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഒരു കൺവീൻസിങ് സ്റ്റാർ, അതായത് എന്ത് പറഞ്ഞാലും നമ്മളെ കൺവീൻസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ആണോ? ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്ത് നിൽക്കുന്നത് ആളാണോ? ഞാൻ ചോദിച്ചു നേരെ തിരിച്ചായിരിക്കും. കാരണം എനിക്ക് അഞ്ജുവിന്റെ കടപ്പട കുറച്ചുകൂടി മെച്ചുവേർഡ് ആണോ എന്ന് തോന്നുന്നു. ടൈംസ് ഞാൻ ഭയങ്കര വീക്കാണ്, പുള്ളിക്കാരത്തി തന്നെ മാനേജ് ചെയ്ത് നന്നായിട്ട്. ആണല്ലേ? ഈ പുറത്ത് കാണുന്ന ആ ഒരു സ്ട്രെങ്ത് അകത്തേക്ക് വരുമ്പോൾ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അടിച്ചിട്ടുണ്ടോ? അതായത് വഴക്കിടുമ്പോൾ പാർട്ട്ണറായിട്ട് അങ്ങനത്തെ സംഭവം ഇല്ല. ഓക്കെ, മറ്റേ അടിയോ? ഏതാ? അത് ഏതാ? അല്ലേ? അതൊക്കെ ഞങ്ങൾ അത്യാവശ്യം എൻജോയ്മെന്റ് എല്ലാവർക്കും ഉണ്ട്, അടിക്കാറുണ്ട്. ഓക്കെ, കൂടുതൽ റെസ്പോൺസിബിൾ ആരാ കൂട്ടത്തില്? ഞാനാ. ആൾക്കാർ കുറച്ച് കുറവാണ്. പഠിച്ചു വരുന്നേ ഉള്ളൂ, ഒന്ന് ജോലിയായി ഒന്ന് സെറ്റ് ആയിട്ട് വേണം ആൾക്ക്. അതിൽ അപ്പോഴും ഞാൻ തന്നെ നിയന്ത്രിക്കേണ്ടി വരും. കൺട്രോൾ ചെയ്യണം. ക്ലാസ്സിൽ പോണെങ്കിൽ ഞാൻ വിളിച്ചെണിപ്പിച്ച് എന്റെ നിർബന്ധപ്രകാരം വിടണം. ഞാൻ ജോലിയാകുമ്പോഴും ഈ പറഞ്ഞ 8:30 അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ജോലിക്ക് പോകേണ്ടി വന്നാൽ ഞാൻ തന്നെ കൊണ്ടുപോണ്ടി വരും. എന്തായാലും ഉറപ്പാക്കാൻ അവളായിട്ട് എണീറ്റ് പോലുണ്ടാവില്ല. ആ ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മൊമെന്റ് ഒന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്നും അറിയാതെയാണ് ആള് വന്നത് അല്ലേ? അപ്പൊ ആ ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നു പൊന്നൂസായിരിക്കും അത് പറയാൻ കുറച്ചും കൂടി ആപ്റ്റ് എന്ന് തോന്നുന്നു. അതെന്താ അറിയോ, എൻ്റെ കൂടെ കുറെ പേര്, ഇപ്പൊ ഞാൻ പറയാം, കുറെ പേര് ഫോട്ടോസ് എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒരു ഉമ്മ എന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ചോദിക്കും. അതെന്നോളം പറഞ്ഞ് ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് വിടാറുണ്ട് പണ്ട്. അപ്പോൾ പറഞ്ഞു, നീ എല്ലാവർക്കും ഉമ്മ കൊടുക്കാൻ കാണുമ്പോൾ എനിക്കൊരു ഉമ്മ തരും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കണ്ട ദിവസം അവൾ കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഉമ്മ കൊടുത്തു. നിന്റെ പരാതി തീർന്നില്ലേ ചോദിച്ചിട്ട്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കേസ്. ഓർക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ലിപ് ലോക്ക് ഭയങ്കര വൈറലായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ വൈറൽ ആവാൻ വേണ്ടി ചെയ്തതാണോ അതോ ചുമ്മാ എടുത്തിട്ടപ്പോ അങ്ങ് കേറി പോയതാ? കാരണം നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി ഞങ്ങൾ ഒരുമിച്ച് ബാറിൽ പോയത് സത്യം പറഞ്ഞ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഹിന്ദി വീഡിയോ കണ്ടു. അല്ല, പുള്ളിക്കാരി എന്തോ ഹിന്ദി വീഡിയോ കണ്ട്, ബാറല്ല കോഫി ഷോപ്പിലെങ്ങാണ്ട് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ അന്നേരം പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, കാരണം കുറെ വീഡിയോസും ചെയ്തിട്ടില്ലായിരുന്നു. കുറെ നാളെ ആക്സിഡന്റ് കഴിഞ്ഞ അക്കൗണ്ടൊക്കെ റീച്ച് ഒന്നും ഇല്ലായിരുന്നു കുറെ നാളെ പോയിട്ട്. അപ്പൊ പുള്ളിക്കാരെ പറഞ്ഞു നമുക്ക് ചുമ്മാ വീഡിയോ എടുക്കാം. ചുമ്മാ ഇട്ടതാ. വലിയ എഡിറ്റിംഗ് ക്വാളിറ്റി ഒന്നും ഇല്ല വീഡിയോക്ക്, പക്ഷെ ഹിറ്റായി. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടും അടുത്തതായിരിക്കും. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സെക്ഷുവലി സാറ്റിസ്ഫൈ ആവുന്നത് എന്നുള്ളൊരു കേട്ടിട്ടുണ്ടാവും. പറഞ്ഞു കൊടുക്കൂ. അല്ല, അതിനൊരു ആ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അതെങ്ങനെ പറയും ഒരാൾ ചോദിക്കുമ്പോൾ? ഇപ്പൊ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനോടാണെങ്കിൽ ആരും ചോദിക്കില്ല, അങ്ങനെ ഒരു ചോദ്യം പോലും വരില്ല. പക്ഷെ ആ ചോദ്യം വരണ്ട, അവിടെ എന്താ സംഭവിക്കുക? ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഇവിടെ. അല്ല, അത് സിമ്പിളായിട്ട് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ? നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അവർ ജീവിക്കുന്നില്ലേ മരിക്കുന്നവര്? അതായത് മെന്റൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ടും ഞങ്ങൾ മെന്റലിയാണ് ഞങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യന്റെ നീഡാണല്ലോ ഫിസിക്കൽ. നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ ആൾക്ക് അത് നമുക്കുണ്ടാവേണ്ട എന്താ അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടില് ഓക്കെയാണ്. അത് അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് വൈഫ് എങ്ങനെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലെവൽ തന്നെയാണ് ഞങ്ങളുടെ.
അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു അല്ല അതിൽക്കുള്ളിൽ നമുക്ക് പറയാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും വരുന്നുണ്ട്. ഇത്രയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ആ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിന് ആൻസർ ചെയ്യാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ നമുക്ക് ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു ലീഗലി മാരീഡിന്റെ കാര്യം ഒന്നുകൂടെ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമുക്കതൊരു അത് തരുന്ന ഒരു സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ലീഗലി മാരീഡ് അല്ലല്ലോ ഇപ്പോഴും. അല്ല. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് ഇല്ലല്ലോ. മാരേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്മെൻ ആയി അങ്ങനെ പറ്റും തോന്നുന്നു. എനിക്ക് അറിയത്തില്ല അതിനെ പറ്റി. നമുക്ക് ലീഗലി മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല അങ്ങനെ ഒരു ലോ ഉണ്ടല്ലോ, എനിക്ക് എക്സാക്ട്ലി അറിയില്ല കേരളത്തിൽ. അപ്പൊ ഇപ്പൊ ഇവിടെ നടക്കുന്ന കല്യാണമൊക്കെ അവരൊരു സെറിമണി ആയിട്ട് അവർ ചെയ്യുന്നേ ഉള്ളൂ. ലീഗലി വാലിഡിറ്റി ഇല്ല അത്ര. പിന്നെ നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. കാരണം അതൊരു സേഫ്റ്റി ആണല്ലോ നമുക്ക് തരുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് എത്ര സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ഇതില്ലെങ്കിൽ പിന്നെ ബന്ധം പോകത്തില്ലല്ലോ. ഒരു പേപ്പറിൽ ഒരു സൈൻ നിക്കത്തില്ലല്ലോ ഒരു ബന്ധവും. അത് ശരിയാണ്. നമ്മൾ താലി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു ബന്ധം നിക്കത്തില്ല. അത് നമ്മൾ തമ്മിലുള്ള കണക്ഷനാ. ഞങ്ങൾ ഇതുവരെ താലി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വന്നിട്ടില്ല. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിലായാലും താലി കിട്ട് കല്യാണം കഴിക്ക്. ഇനിയിപ്പോ അങ്ങനെ താലി കെട്ടുകയാണെങ്കിൽ ആര് കെട്ടും? അല്ലെങ്കിൽ മീൻസ് അങ്ങനെയല്ല. ഇപ്പൊ എല്ലാരും കാണുന്നു ഞാനല്ല, അപ്പൊ അവളെ എന്നെ കെട്ടിക്കോട്ടെ. തിരിച്ചോ? അത് നമ്മുടെ സൗകര്യം അല്ല. അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിയണം, താലി ഇടണം, സിന്ദൂരം ഇടണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ലിപ്സ്റ്റിക് കൊണ്ട് സിന്ദൂരൊക്കെ ഞങ്ങൾ വീഡിയോ മാത്രം ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഈ വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആ ടൈമിൽ ഒരു കുറച്ച് ക്രിഞ്ചായിട്ട് ആരാ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറച്ച് മടി ആർക്കാം? ഇവൾക്ക് അഭിനയിക്കാൻ ഭയങ്കര മടിയാ. കുറച്ച് ഷൈയാണ് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട്. ഞാനാണെങ്കിൽ നല്ലോണം അഭിനയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഇന്റിമേറ്റ് വീഡിയോസ് എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമന്റ് എന്താ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തെ ആണുങ്ങൾക്കാരും ആമ്പിളാർക്കാരൊന്നും ഇപ്പൊ വരുന്ന കമന്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ആമ്പിള്ളാരൊക്കെ ചുമ്മാ ഇരിക്കേണ്ടി വരുമെന്ന്. അപ്പൊ പെമ്പിളേരെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് അവരിഷ്ടം, അവരെന്താ ചെയ്തോട്ടെ എന്നൊക്കെ. അത് അവർ തമ്മിൽ പൊട്ടി വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഒരു കമന്റ് നോക്കിയുമ്പോ അതിന്റെ ഇടയിൽ റിപ്ലൈസ് ആയിട്ട് ഒരു 10-100 എണ്ണമൊക്കെ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിലൊക്കെ അടിയായിട്ട്. നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മളെപ്പോഴും നോക്കുമ്പോൾ കാണുന്ന ഇതൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഈ ആള് തന്നെ മതി എന്നൊരു തോട്ട് വരില്ലേ? ഏതൊരു മൊമെന്റിലാണ് അഞ്ജുവിന് അങ്ങനെ തോന്നി? പൊന്നൂസാണ് എൻ്റെ ലൈഫിലെ എൻ്റെ പാർട്ട്ണർ, ഇനി പൊന്നൂസ് മതി എനിക്ക് എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? അത് നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഫുൾ ടൈം ഒരുമിച്ച് നടക്കുന്ന ഒരാൾ നമ്മുടെ പല കാര്യങ്ങളും അറിയാം. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വീഴ്ചയിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇല്ലായ്മയിലായിക്കോട്ടെ ഉള്ളപ്പോഴായിക്കോട്ടെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും അവർ നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ വിട്ടിട്ട് പോവില്ല. അതെനിക്ക് ഒരുപാട് മൊമെന്റ്സിൽ മനസ്സിലായിട്ടുണ്ട്. പൊന്നൂസിനോ അങ്ങനെ തോന്നിയിട്ട് ഏത് മൊമെന്റിലാണ് എനിക്ക് അഞ്ജു മതി അല്ലെങ്കിൽ അഞ്ജുനെ ആണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? കാരണം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൺപിള്ളേരെ സെലക്ട് ചെയ്യായിരുന്നു, ഇനി അതല്ലെങ്കിൽ പെൺപിള്ളേരിൽ തന്നെ വേറൊരാളെ സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അഞ്ജു മതി, ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് ആ ഒരു ഡിസിഷൻ എടുത്തത് ഏത് ടൈമിലായിരുന്നു? അതന്നെ എന്നാ ഞങ്ങൾ ഇഷ്യൂവിന് സമയത്ത് വന്നപ്പോൾ തന്നെ. കാരണം 2 മാസം പരിചയമുള്ള എനിക്ക് വേണ്ടി അത്രയും വരണമെങ്കിൽ നമുക്ക് വേറെ ഇപ്പോൾ ഞങ്ങളമ്മ ഒന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്നെ വീട്ടിൽ പിടിച്ചോക്കെ അവള് വീട്ടിലായിട്ട് പൊക്കോട്ടെ, പിന്നെ ഇഷ്യൂസ് ഇല്ല. ഇവള് വന്നില്ലെങ്കിൽ പിന്നെ ഇഷ്യൂസ് അവിടെ ഇല്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോകും, കോണ്ടാക്ട് നിർത്തും. അപ്പോൾ അവർക്ക് ലൈഫ് നോക്കാം, ഇഷ്യൂസ് വരുന്നില്ല. ചിലപ്പോൾ നാളെ അതൊരു ഇഷ്യൂ ആയിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞ് ഇതായത് അതപ്പോൾ അവൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇതാവും അന്ന് ചിന്തിക്കാതെ അവൾ വന്നു. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ അഞ്ജു വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇയാൾ എത്ര നാൾ കൂടെ ഉണ്ടാവും എന്നറിയില്ല. അയ്യോ, അത് പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചാൽ 2-3 ദിവസം നിന്നിട്ടും ഇവളെ കാണിക്കേണ്ടേ. അപ്പോൾ പോലീസിൽ പറഞ്ഞ് കുട്ടിപ്പോൾ വരും, തന്നെ വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, പിന്നെ ശല്യം ചെയ്യരുത് പൊക്കോളം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയൊക്കെ വന്ന് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പോവുകയാണ്, എനിക്ക് അഞ്ജുനെ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ചെയ്തായിരുന്നു? ഞാൻ എന്നെ കൊണ്ട് പേപ്പർ സൈൻ ചെയ്യിപ്പിച്ച് എഴുതിയതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് അവര് പക്ഷേ എനിക്ക് കാണിച്ചു തന്നെ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പേപ്പറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ എൻ്റെ നേരിട്ട് വന്നിട്ട് പറയട്ടെ, കാരണം ഇത്ര ഇഷ്യൂസ് ഉണ്ടായി പോയി, നാളെ കുട്ടികൾ സംഭവിച്ചു നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കും, ഞാനാണ് അതിന് ഉത്തരവാദി പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്ന് പറയട്ടെ, അപ്പം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഞാൻ ഈ കുട്ടിയെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് തരാം, ഞാൻ എൻ്റെ വഴിക്ക് പോക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം സമരം ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് പരിചയപ്പെട്ടത്. അപ്പം സാധാരണ ഇപ്പോൾ ഒരു ആൺകൊച്ചും പെൺകൊച്ചും കൂടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചാറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ പ്രപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഇടയിൽ അതെങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസിങ് നടന്നിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ വിഷമം പറയാൻ എനിക്ക് ഒരാൾ വേണമായിരുന്നു. കൂടെ ഇരുന്ന ഫ്രണ്ട്സിനെ കേട്ട് മടുത്തു. അപ്പൊ ഞാൻ വിഷമം പറയാൻ ഇവൾക്ക് നമ്പർ തന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിഷമം പറയാൻ കരയും, കുറെ കരയും. ഞാൻ തന്നെ ഫോൺ വെച്ചിട്ട് പോകും. കുറെ കേൾക്കുമ്പോഴും സൈലന്റ് ആക്കി വെക്കും ഫോണ്. അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഡെയിലി കോൾ വരാണ്ടായിരിക്കും ഒരു വിഷമം വരും നമുക്ക്, മെസ്സേജിന് റിപ്ലൈ വരാണ്ടിരിക്കും, അങ്ങനെ ഒരു ഇതിലല്ലാണ്ട് പ്രേമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താ ചോദിക്കണം, അപ്പോൾ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണല്ലോ ഇത്. അതിനുശേഷം ഈ ഇങ്ങനെ ഒരു റിലേഷൻ, ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലെസ്ബിയൻ കപ്പിളാണ്, ഇതെങ്ങനെ ഇതിലേക്ക് മാറിയത്? അത് സംസാരിച്ച് തന്നെ അല്ല, അത് പ്രപ്പോസ് ചെയ്ത് നിനക്ക് ഇഷ്ടമാണോ അങ്ങനെ ചോദിച്ചിട്ടൊന്നും അല്ല, നമ്മൾ സംസാരിച്ച് ഏതോ ഒരു സമയത്ത് അങ്ങനെ ആയിപ്പോയി. അപ്പൊ പരിചയപ്പെടുന്ന സമയത്ത് അഞ്ചു ഓൾറെഡി ഐഡന്റിറ്റി റിവീൽ ചെയ്ത ഒരാളാണ്. അത് എനിക്ക് പൊന്നൂസിന് അറിയായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓർക്കില്ലേ, അതായത് വേണോ, ചാറ്റ് ചെയ്യണോ, സംസാരിക്കണോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിന്തിച്ചിരുന്നേ. അതെന്താ, എനിക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് എല്ലാവരോടും ചാറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇവളൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റീഡ് ചെയ്യും, അതിന് സ്മൈൽ കൊടുക്കും, തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെയാണ് എന്നെ ചേച്ചി എന്താ ലൈവിൽ വരാത്ത ചോദിക്കും. ആദ്യമൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ചേച്ചി ലൈവിൽ വരുമോ, കുറെ നാളെ കണ്ടിട്ട്, അങ്ങനത്തെ ഒക്കെ മെസ്സേജ് വരും. പിന്നെ ഞാൻ ഒരു ദിവസം കാറിൽ ഒറ്റയ്ക്ക് തൃശ്ശൂർ നിങ്ങൾ വരുന്ന ടൈമിൽ ഞാൻ പഴയ റിലേഷനിൽ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് വരുമ്പോൾ അപ്പോഴാണ് ഇവിടെ എനിക്ക് ചാറ്റ് ചെയ്യുന്നത്. എനിക്ക് ആരോട് സംസാരിക്കില്ല, എനിക്ക് മൊബൈൽ നമ്പർ തരും ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ തന്നു. പിന്നെ ഞാൻ നേരെ കോൾ ചെയ്തു ഞങ്ങൾ ആ ടോക്കിലാണ് പറഞ്ഞത് എൻ്റെ പഴയ റിലേഷനെ കുറിച്ച്. അപ്പോൾ ഇവളുടെ പഴയ റിലേഷൻ പറഞ്ഞു, അങ്ങനെ ടോക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ എത്തി, പിന്നെ ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ വിളി കൂടി ഇതിലോട്ടായതാണ്. ഓക്കെ. അല്ല, ഞാനത് ചോദിക്കുന്നത്, അപ്പോൾ ഒരു മൊമെന്റ് എത്തുമ്പോഴേ ഇത് മാറുന്നത്, അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? എനിക്ക് പണ്ട് ടിക്ടോക്ക് വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടം, അത് പ്രേമാണോ എന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരാള്, അപ്പൊ അങ്ങനെ മെസ്സേജ് അയച്ചതാ. ഓക്കെ. അത് കണ്ട് പരിചയമുണ്ട്, അപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കാന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ്. ഓക്കെ. ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ്. അതല്ല, നിങ്ങൾ ജസ്റ്റ് കണ്ടൊന്ന് പിരിയാന്നാണ് ഉദ്ദേശിച്ചത്? അല്ലല്ല, കണ്ടു ഇതായി, പിന്നെ പഠിക്കല്ലേ, റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വെച്ചിട്ട് പോയി. പക്ഷെ ഇതെല്ലാം എത്ര പെട്ടെന്നാവുന്ന. അങ്ങനെ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള. ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നത്തെ പ്രാവശ്യം കാണുന്നത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുമ്പോഴാണ്. ഓക്കെ. പിന്നെ കൂടെ കൂട്ടുകയും ചെയ്തു. അതെ, അങ്ങനെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടേക്ക് അന്ന് അങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ആയിരുന്നു? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഒരാളെയും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ഞാൻ അഫോർഡ് ചെയ്തില്ല, ഞാൻ കൊണ്ടുവരും. കാരണം നമ്മളെ സ്നേഹിച്ചൊരു വ്യക്തിയല്ലേ, നമുക്ക് വേണ്ടി ഇത്രയും തല്ലുകൊണ്ടതല്ലേ. അതല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താ? പുറത്തു പോയി സെറ്റിലാണ്. അത് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്? അതുകൊണ്ടൊന്നല്ല, എനിക്ക് നാടൻ ഇഷ്ടം, ഇവൾക്ക് നാടൻ ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടമല്ല. അതെന്താ? ഞാൻ പണ്ട് തൊട്ട് പുറത്തു പോയി സെറ്റിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ പഠിപ്പ് കഴിഞ്ഞാൽ അവൾക്ക് ജോലി നോക്കി പുറത്തു പോകാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്താ ബിസിനസ് ചെയ്യുന്നത്? നമുക്ക് ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, അങ്ങനെ പോകുന്നു. എല്ലാം റൺ ചെയ്ത് പോകുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ പാലരുവട്ടത്ത് താമസിക്കുന്നു. ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. എനിക്കൊന്ന് എല്ലാവരുടെയും ക്യൂരിയോസിറ്റി ആണെങ്കിൽ പലരും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഒന്നും അറിയാതെ പൊന്നൂസ് ഇവിടെ വന്നു, അപ്പൊ അതിനുശേഷം നിങ്ങൾ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് നിങ്ങൾ വന്നല്ലോ. ആ സമയത്ത് പൊന്നൂസിന്റെ ഒരു തോട്ട് എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? അതിനിപ്പോഴും പറഞ്ഞോണ്ടിരിക്കണേ, അതായത് ഇവൾക്ക് ഞാനായിട്ടുള്ള ആദ്യത്തെ റിലേഷൻ വേറെ ആരായിട്ടും ഇല്ല. അതുകൊണ്ട് ഞാൻ വേറെ റിലേഷനോട്ട് പോവില്ല, ഇങ്ങനെ ഞാൻ പോവായിട്ട് സമ്മതിക്കൂല. അത്രേ ഉള്ളൂ. എന്റെ ഫസ്റ്റ് റിലേഷനാ. ഓക്കെ. അതിനകത്ത് വേറൊരു കാര്യം കൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോയ് ആയിട്ട് അങ്ങനത്തെ റിലേഷൻഷിപ്പ് വരാത്തത് കൊണ്ട് മറ്റേ സംഭവം എന്താണെന്ന് ആൾക്ക് അറിയത്തുമില്ല. ഇല്ല. ഓ, ഓക്കെ. കുഞ്ഞു കുട്ടിയായിരുന്നു.
ഞാനാണ് എല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ഇനി പുറത്ത് എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയില്ല, നമ്മുടെ ജോലിക്ക് സ്ഥലത്ത്. എന്താ പഠിക്കുന്നത്? എന്താ? ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്. ഓക്കെ. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാനാണ്. പിന്നെ പുള്ളിക്കാർക്ക് ബയോടെക്നോളജി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് ജോലിയായിട്ട് അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് പിന്നെ പിള്ളേരൊക്കെയാണ് നെക്സ്റ്റ് പ്ലാൻ അല്ലേ? രണ്ടുപേരുടെയും കൂടെ തീരുമാനമല്ലേ? ഇപ്പോഴൊന്നുമില്ല, ഒരു ഞാൻ പറഞ്ഞില്ല 2-3 years കഴിഞ്ഞിട്ട് വേണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. പുറത്ത് പോയിട്ടാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തായാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.